2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിനെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? ഉത്തരം കൽപ്പന. ചാന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനം ഏതായിരുന്നു? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രപേടകത്തിൽ നിന്നും വേർപെട്ട MIP അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കുതിച്ചത്? ഉത്തരം മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗത്തിൽ. MIPയിൽ നിന്ന് ആദ്യ സിഗ്നൽ എത്തിയത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിനടുത്ത് ബെലാലുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്ക്. പേലോഡുകൾ എന്നാൽ എന്താണ്? ഉത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ പരീക്ഷണങ്ങൾ നടത്താൻ ചാന്ദ്രയാൻ 1-ൽ എത്ര പേലോഡുകളാണ് ഘടിപ്പിച്ചിരുന്നത്? ഉത്തരം 11. ഇവയിൽ 5 എണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതും ബാക്കി 6 എണ്ണം വിദേശ നിർമ്മിതവും ആണ്. ചാന്ദ്രയാൻ 1-ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചാന്ദ്രയാൻ 1-ലെ വിദേശ നിർമ്മിത പേലോഡുകൾ എന്തെല്ലാമാണ്? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, റഡാർ, മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ISRO ചെയർമാനായിരുന്ന G മാധവൻ നായർ. സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകുന്നതിനുള്ള കാരണം? ഉത്തരം ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാൽ. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം? ഉത്തരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം. നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹ പദാർത്ഥങ്ങളുമായ വസ്തുക്കളെയാണ് നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്ന് പറയുന്നത്. ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ നക്ഷത്രങ്ങൾ മറയുന്നത് കാണുന്നു, എന്തുകൊണ്ട്? ഉത്തരം ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട്. ഏത് പ്രദേശത്താണ് ധാരാളം ചിഹ്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കെർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്ത്. ഏത് പ്രദേശത്താണ് ധാരാളം ചിഹ്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കെർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്ത്. വാൽ നക്ഷത്രങ്ങൾ ഏത് പ്രദേശത്താണ് കോടിക്കണക്കിനുള്ളത്? ഉത്തരം ഓർട്ട് ക്ലൗഡ് പ്രദേശത്ത്. എവിടെ നിന്നും വരുന്ന വസ്തുക്കളാണ് വാൽ നക്ഷത്രങ്ങളായി ദൃശ്യമാകുന്നത്? ഉത്തരം നെപ്റ്റ്യൂണിന് അപ്പുറമുള്ള പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് സൂര്യന്റെ സമീപത്തേക്ക് വരുന്ന വസ്തുക്കൾ. ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കുന്നതിന് ഉപയോഗിച്ച ഉപകരണം? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. MIP നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം തുമ്പ VSSCയുടെ ആസ്ഥാനത്ത്. MIPയുടെ ഭാരം? ഉത്തരം 40 കിലോഗ്രാം. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൂൺ ട്രീറ്റി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതു രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം
ഹൈഡ്രോക്സിൽ രൂപത്തിൽ. ഹൈഡ്രോക്സിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 50 ലക്ഷം ടൺ. ഭൂമിയിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 15 ടൺ. യൂറോപ്പിലെ ചാന്ദ്രയാൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡെറ്റ്ലഫ് കോഷ്ട്നി. ചാന്ദ്രയാൻ 1ന്റെ വേഗത എത്രയാണ്? ഉത്തരം സെക്കൻഡിൽ 10 കിലോമീറ്റർ. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓഷ്യൻസാറ്റ് 2. എജൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉപഗ്രഹമാണ്? ഉത്തരം മൈക്രോ സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭാരം കുറഞ്ഞ ഉപഗ്രഹം. വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പഠനത്തിലുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനം ഏതാണ്? ഉത്തരം AMM. ഫ്രഞ്ച് വിക്ഷേപണ കമ്പനി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അരിയാൻ സ്പേസ്. PSLV C8ന്റെ വാണിജ്യ പ്രാധാന്യം കൂടാതെയുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? ഉത്തരം കോർ എലോൺ വിക്ഷേപണ വാഹനം എന്നത്. മംഗൾയാന്റെ ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? ഉത്തരം PSLV. PSLVയുടെ പൂർണ്ണരൂപം? ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചാന്ദ്ര ദൗത്യ പേടകം വിക്ഷേപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. ISRO ചന്ദ്രനിലേക്ക് അയച്ച യാത്രക്കാരില്ലാത്ത യാന്ത്രിക പേടകം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന പേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുവാനായി നിർമ്മിച്ച ഭാഗം. ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ലോകത്തിന്റെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. M3 എന്ന ഉപകരണത്തിന്റെ പൂർണ്ണരൂപം? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. M3 വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം USA. ഹൈസിയുടെ പൂർണ്ണരൂപം? ഉത്തരം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ. M3യുടെ സവിശേഷത? ഉത്തരം 430 മുതൽ 3000 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ തിരിച്ചറിഞ്ഞത്. M3 ഡിസൈൻ ചെയ്യാൻ നാസ ഉപയോഗിച്ച 2 ഓർഗനൈസേഷനുകൾ? ഉത്തരം ഹൂസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി ദ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി. ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് വാഹനത്തിന്റെ പേര്? ഉത്തരം RLV. ചാന്ദ്രയാൻ എഞ്ചിന് ഇന്ധനം നൽകുന്ന മോട്ടോറിന്റെ പേര്? ഉത്തരം ലാം ലിക്വിഡ് അപ്പോജി മോട്ടോർ. ചാന്ദ്രയാന് ഇന്ധനം നൽകുന്ന ലാം എന്ന മോട്ടോർ നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. 4 ഘട്ടങ്ങൾ ഉള്ളതും പൂർണ്ണമായും
ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ.